ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു വളരെ തെറ്റായിട്ടുള്ളൊരു കർമ്മമുണ്ട്. അതിനെപ്പറ്റിയാണ്. കാരണം നമ്മളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വലിയൊരു പാപം എന്ന് വേണമെങ്കിൽ പറയാം. അത് വേറൊന്നുമല്ല, അബോർഷൻ. ഞാനിത് പ്രത്യേകിച്ച് എടുത്ത് ഈ വീഡിയോയിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ ഈ എനർജി ക്ലിയറിങ് പുതിയൊരു പ്രോസസ്സ് മഹാകാളി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സ്വപ്നത്തിൽ. അപ്പം ഞാനത് ഒരു 8 മാസം മുന്നാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യണം, ഈ എനർജി ക്ലിയറിങ് പ്രോഗ്രാം. മഹാകാളി ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പുതിയൊരു പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ട്. അതിനകത്ത് അൺവാണ്ടഡ് എനർജീസിനെ എടുത്ത് മാറ്റുന്നതും ഈ സോൾ അറ്റാച്ച്മെൻറ്റ്സിനെയൊക്കെ എടുത്ത് മാറ്റുന്നതായ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അത് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒത്തിരി ആൾക്കാരെ അടുത്ത് വന്നിട്ടുണ്ട് ചെയ്യാനായിട്ട്. ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ ഈ സംഭവങ്ങൾ റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം കണ്ട ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ആളുകളിൽ ഈ കുട്ടികളുടെ സോൾ ഞാൻ കാണുന്നുണ്ടായി. അപ്പോൾ അപ്പോഴാണ് അത്രയധികം ആളുകൾ ഈ അബോർഷൻ ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കി. വളരെയധികം കുറേ നാളെ എൻ്റെ ബുദ്ധിമുട്ടുകൾ, കുറേ നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗർഭാവസ്ഥയിൽ കിടക്കുന്നൊരു വളർന്നു വരുന്ന കുട്ടിയെ അബോർഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതകമാണ്. ശരിക്കും നമ്മൾ കൊല്ലുന്നതിന് തുല്യം. ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ സോള് എങ്ങും പോകുന്നില്ല. നമ്മൾ കൊല്ലുന്ന സോള് അവിടെ ആ അച്ഛൻ, അമ്മ, പിന്നെ ഉണ്ടാകുന്ന കുട്ടികൾ, അവരിൽ തന്നെ ഒതുങ്ങി അവരുടെ ബോഡിയുമായി ബന്ധപ്പെട്ട്. എല്ലാവരുടെ ബോഡിയിലും വന്നൊന്നുമില്ല. ചിലപ്പോൾ അമ്മയുടെ ബോഡിയിലുണ്ടാവും, അച്ഛൻ്റെ ബോഡിയിലുണ്ടാവും, ചിലപ്പോൾ കുട്ടികളുടെ ബോഡിയിലുണ്ടാവും. അങ്ങനെ മാറി മാറി നമുക്കങ്ങനെ ഒരു ഇന്ന പാറ്റേൺ എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ പരിശോധിക്കുമ്പോൾ മാത്രമാണ് ആരുടെയൊക്കെ ബോഡിയിലാണ് അതിൻ്റെ എഫക്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. സോളിങ്ങനെ ഡിവൈഡ് ചെയ്ത് പലരിലേക്കായിട്ട് ശല്യം ചെയ്ത് നിൽക്കും. ഇത് ഒരു 300-400 വർഷം വരെയും ആ സോള് സർവൈവ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇവരെ ശല്യം ചെയ്ത് നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത ആൾക്കാരിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ ഇവർ മരണപ്പെട്ടു പോകുമെന്ന് വിചാരിക്കും. അപ്പോൾ ആ സോള് അടുത്ത അവരുടെ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ പിടികൂടുന്നു. അങ്ങനെ അത് 100-300 വർഷങ്ങൾ വരെ ഈ കറുത്ത പ്ലെയിനിൽ നിൽക്കും. ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം. ഇത് വന്നു കഴിഞ്ഞാൽ സാധാരണ വിട്ടുമാറാത്ത ബാക്ക് പെയിൻ ഒരു ലക്ഷണമാണ്. അല്ലെങ്കിൽ ഒരു സൈഡ് ആളുകളുടെ ഒരു കാല്, നടുവിൻ്റെ ഒരു ഭാഗം, ഒരു കാല് ഭയങ്കര വേദനയായിരിക്കും. എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്താലും മാറത്തില്ല. ഒന്ന് കുറയും, അത് വീണ്ടും വരും. ഇപ്പം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലവും കഴുത്ത് വേദനയൊക്കെ ഉണ്ടാവാൻ വേണം. ഇത് ഒന്നിച്ചുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സിംറ്റമായിട്ട് മാത്രമേ ഇരിക്കാം. ഇത് മാത്രമല്ല, നമ്മളുടെ കർമ്മരംഗങ്ങളിൽ തടസ്സമുണ്ടാകും. നമ്മൾ എന്ത് ചെയ്താലും വിജയിക്കില്ല. എവിടെയും എന്തൊക്കെ ചെയ്തു വന്നാലും പരാജയം, അല്ലെങ്കിൽ അങ്ങനെ മുകളിലോട്ട് പോകും. അതുപോലെ തലമുത്ത് താഴേക്ക് പോകും. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അത് പല രീതിയിലുള്ള അസുഖങ്ങളും നമുക്കുണ്ടാവാം. റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, ഇപ്പോൾ ആ കുട്ടികൾ ഇപ്പോൾ അബോർഷൻ ചെയ്തിട്ട് അവരുടെ ആ കുട്ടിയുടെ സഹോദരന്മാരോ സഹോദരിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടൊരു ഫാമിലി ലൈഫ് കിട്ടത്തില്ല. കാരണം ഇതൊരു പ്രതികാരദാഹിയായിട്ടുള്ള ഒരു സോളാണ്. അതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയിൽ ജനിക്കാൻ വേണ്ടിയിട്ട് വളരെ സോൾ പ്ലാനൊക്കെ ആയിട്ട് വരുന്നതായ ഒരു സോളിനെ ഇവിടെ നമ്മൾ നശിപ്പിക്കാം. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ സോള് പ്രതികാരദാഹിയായിട്ട് മാറുന്നതാണ് ശരിക്കും. അപ്പോൾ അത് നമ്മൾ റിലീസ് ചെയ്ത് നമ്മൾ കളയുമ്പോഴും ഭയങ്കരമായ ബുദ്ധിമുട്ട് എപ്പോഴും എനിക്ക് ഉണ്ടാവാറുണ്ട്. എനിക്ക് ഭയങ്കരമായ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാവാറുണ്ട് ചെയ്യണ സമയത്ത്. ഇത് അത്രയും ഉയർന്ന തലത്തിലാണ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്. ചെയ്യുന്നത് ചിലപ്പോൾ ആ
അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനമായിരിക്കാം. പക്ഷേ അതിന് ബലിയാടാവുന്നത് ആ കുട്ടികളും കൂടിയാണ്. കുട്ടികൾക്കും ഇത് ബാധിക്കും. ഒരു കുട്ടിനെ ബാധിക്കും, ചിലപ്പോൾ രണ്ട് കുട്ടികളെയും ബാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു റീസെൻ്റായിട്ട് ചെയ്തത് 3 കുട്ടികളും അച്ഛനും അമ്മയും ഉള്ളിടത്ത് ഈ ഫാദറിനെയും 2 പെൺകുട്ടികളെയാണ് ബാധിച്ചത്. ആൺകുട്ടിക്ക് കുഴപ്പമുണ്ടായില്ല, അമ്മയ്ക്കും കുഴപ്പമുണ്ടായില്ല. ഇത് ചെയ്ത അമ്മയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടായില്ല. അതാണ് ഏറ്റവും വലിയ തമാശ. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് റീഡിങ് എടുത്ത് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് അത് മാറ്റി കൊടുത്തു. ഇപ്പോൾ അവർക്കൊരു കുഴപ്പമില്ല, വളരെ ആശ്വാസം. അപ്പോൾ ഈ അബോർഷൻ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കണം. ആ എനർജി നിങ്ങൾക്ക് പോയിട്ടില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ആ സോൾ. നിങ്ങളതിനെ റിലീസ് ചെയ്ത് പ്രോപ്പറായ രീതിയിൽ റിലീസ് ചെയ്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു സമാധാനവും സ്വസ്ഥതയും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു വന്നാലും നിങ്ങൾക്ക് പരാജയമായിരിക്കുള്ളൂ. കുറേ കാര്യങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മിസ്സിങ് തോന്നും. പക്ഷെ അതിനെ ലൈറ്റിലേക്ക് നമ്മൾ പറഞ്ഞയക്കണം. ആ ലൈറ്റിലോട്ട് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അതിനെ ആ വീണ്ടും തിരിച്ചതിൻ്റെ മോക്ഷത്തിലോട്ട് പോവുകയും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫ്രീനെസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങളൊരു പോസിറ്റീവായ രീതിയിൽ അതിനെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ തന്നെയാണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അത് മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.